ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? മുത്തേ, ശക്തമായ മത്സരം. ശക്തമാവണം അല്ലേ? തെലുങ്ക് ആയിക്കോട്ടെ, ശക്തമാവട്ടെ. ഓക്കെ, തെലുങ്ക് കുറച്ചായില്ല നമ്മൾ എടുത്തിട്ട്. തുടങ്ങാം. ടൈലർ. എടുത്തോ. അയ്യോ, അപ്പൊ തുടങ്ങാം അല്ലേ? തുടങ്ങിക്കോ. പൊളികെ ഫസ്റ്റ് കേളി. ഓക്കെ. DD നെക്സ്റ്റ് ലെവൽ തമിഴ് സിനിമ മെയ് 16 റിലീസിന് എത്തുകയാണ് കേട്ടോ. ഇത് ന്യൂസല്ലോ നമ്മൾ പറഞ്ഞതാണല്ലോ. ഇതല്ലല്ലോ നമ്മുടെ. അല്ലല്ലേ? ഓക്കെ, എന്നാ അടുത്ത് പറയാം. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ്. ഇപ്പൊ കാര്യത്തിലേക്ക്. ഓക്കെ. പ്രേമാനന്ദാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ. സന്താനം നായകനാവുന്ന സിനിമയുണ്ടോ? മെയ് 16 അല്ലേ? മെയ് 16 ഇഷ്ടം പോലെ സിനിമ ഉണ്ട്. മെയ് 16 മെയ് 23 ഒക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതെ, കൂട്ടത്തോടെയാണ് വരുന്നത്. ഓക്കെ, US സർട്ടിഫിക്കറ്റ്. ഓക്കെ, അടുത്ത് തരാം. മലയാളം. എനിക്ക് ആശ്വാസമായിരുന്നല്ലേ. സാഹസം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നരേൻ, ഗൗരി കിഷൻ, പിന്നെ സബരീഷ്, ബാബു ആന്റണി, അങ്ങനെ വലിയ വലിയ താരങ്ങൾ പ്രധാന വേഷം ചെയ്യുന്ന സിനിമയുണ്ടോ? ഓക്കെ. സാഹസമാകുമോ ഇല്ലയോ നോക്കാം. എങ്ങനെ ഇത് എത്രത്തോളം സാഹസികമാകും എന്നുള്ളത് നോക്കാം. നമുക്കൊരു സാഹസമാകുമോ? അടുത്തത് കിങ്ഡം സിനിമയുടെ പുതിയൊരു പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. വീഡിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്ററാണ്. ഗൗതം തിന്നാനൂരിയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. മെയ് 30 സിനിമയുടെ റിലീസ് ഡേറ്റ്. ഓക്കെ. അടുത്തത് VD 14 വിജയ് ദേവാര കൊണ്ട് അവിടെ വന്നാൽ ഇവിടെയും വരും. ഓക്കെ, ആളുടെ ബർത്ത്ഡേ ആണല്ലോ. ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതായത് VD സിനിമയുടെ ക്യാരക്ടർ കൺസെപ്റ്റ് പോസ്റ്ററാണ് വന്നിരിക്കുന്നത് കേട്ടോ. VD 14. ഓക്കെ, കാണാം. പിന്തിരിഞ്ഞിരിക്കുന്ന VD ഇത്രക്ക് സൈസ് ഉണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. എന്തായാലും സിനിമ സംവിധാനം ചെയ്യുന്നത് ആരായിരുന്നടാ? രാഹുൽ സംക്രീത്യൻ. രാഹുൽ സംക്രീത്യൻ. കാട്ടാളൻ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, കാട്ടാളൻ സിനിമയുടെ പുതിയ പോസ്റ്റർ. അതായത് ഒരു കൊമ്പ് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൊമ്പിന്റെ അടിയിൽ ഇങ്ങനെ ആനയോട് മല്ലിടുന്ന കാട്ടാളൻ. ആനന്റെ കാലൊക്കെ ഇങ്ങനെ വെട്ടി മുറിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവ നടക്കാൻ പോകുന്നത്? എന്താണെങ്കിലും പോൾ ജോർജ് ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സിന്റെ സിനിമ. അത്രയും ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അത്രയ്ക്കും എന്താ പറയാ, സീൻസ് കട്ട് ഉണ്ടാവൂല. അതായത് മുറിക്കുന്നതും അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. അല്ലാതെ മുറിവുകളുള്ളത് കാണിക്കും, സ്വാഭാവികം. അത് മാർക്കോ പോലെ ഉണ്ടാവില്ല. അതെ, പക്ഷെ വയലൻസ് ഉണ്ടാവില്ല. മാർക്കോ അത്ര. അതെ, പിന്നെ കുറച്ച് നെഗായിരുന്നല്ലോ അത്, കുറച്ച് കൂടുതലായിട്ട്. അതൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത കിഴി മൂൺ വാക്ക് സിനിമയുടെ ഒഫീഷ്യൽ ട്രയലർ ഇന്ന് 7 മണിക്ക് വരും. ഓക്കെ, വൈകുന്നേരം. ഈ സിനിമ പ്രസന്റ് ചെയ്യുന്നതാരാ? LJP. പിന്നെ പ്രൊഡക്ഷനിൽ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉണ്ട്. പിന്നെ സിനിമ സംവിധാനം ചെയ്യുന്നത് വിനോദ്. ആട് 3യുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നായിരുന്നു. ഓക്കെ, സ്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി വരാനുള്ളൊരു മുതലാണ്. വിജയ് ബാബു പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമ. കൂട്ടരും ഒരു വരവുണ്ട്. പാപ്പ മുടിയൊക്കെ വളർത്തിട്ടുണ്ട്. പാപ്പ മുടിയൊക്കെ വെട്ടിട്ട് വാട്ടോ. ഈ ലുക്കിൽ വരരുതട്ടോ. നിങ്ങള് ശരിയാണ്, നിങ്ങൾ ജോണർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കേട്ടു. പക്ഷെ ഒരിക്കലും ലുക്ക് ഷിഫ്റ്റ് ചെയ്യരുത്. ലുക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയി. അതെ, സ്വാപ്പിംഗ് കാര്യങ്ങളുണ്ടാവും. ക്യാരക്ടർ സ്വാപ്പിംഗ് അതൊക്കെ ഗംഭീരമായിരിക്കും. പാപ്പാൻ മറ്റുള്ള കഥാപാത്രങ്ങൾ അറക്കലപ്പൊക്കെ വന്നിട്ടുണ്ടാവും. ചിരി അറക്കലപ്പൊക്കെ ഉണ്ട് കേട്ടോ. ആള് പൊളിയായിരിക്കും. അടുത്തത് മാമൻ.
മാമൻ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. യു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. സൂരി നായകനാവുന്ന സിനിമയാണ്. പ്രശാന്ത് പാണ്ഡിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ റിലീസിനെത്തുന്നത് മെയ് 16. പറഞ്ഞില്ലേ, മെയ് 16. നമ്മുടെ സ്വാസിക വിജയ് ഒരു വേഷം ചെയ്യുന്നുണ്ട്. നായികയായി വരുന്നത് ഐശ്വര്യ ലക്ഷ്മിയാണ് കേട്ടോ, നമ്മുടെ സ്വന്തം ആയിഷു. അടുത്തത് ഐ ആം ഗെയിം സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ. ഓക്കെ. നമ്മുടെ ആന്റണി പെപ്പെ ആള് ഇതിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ആൾ ഒരു ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഒരു ഫോട്ടോ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ. അടുത്ത കിഴി നിനക്ക് ആവേശമില്ലാത്ത വാശി കാണിക്കടാ, വാശി കാണിക്കേ. ജയിലർ 2. തമിഴല്ലല്ലോ അല്ലേ? ഞാനാകെ വണ്ടറടിച്ചിരിക്കും. തമിഴാണല്ലോ കിട്ടിയത്. ഇവന് എന്താ ഓട്ട മത്സരത്തിനെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാലേ അങ്ങോട്ട് ഓടേണ്ടതിന് തിരിഞ്ഞോടും. ഇന്നലത്തെ കോമഡി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, സിനിമ സീറ്റ് ബെൽറ്റ് ഇടാൻ പോയ മനുഷ്യനായ അത് അജാതി കോമഡിയാണ്. ഞങ്ങളെ ഫാമിലി കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്റർവെല്ലായി ഞങ്ങളൊരു വെള്ളമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് പോയിട്ടൊക്കെ കഴിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നു. ശേഷം ചെന്നിരുന്നു സീറ്റ് ബെൽറ്റ് എന്റെ മോനെ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നീ തപ്പുന്നത്? സീറ്റ് ബെൽറ്റോ എന്തിന്, നീ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പൊ അങ്ങനെ നോക്കുക, തിയേറ്റർ ആണല്ലേ. ഞങ്ങള് സിനിമ കഴിഞ്ഞ് കാറ് പോയിരുന്ന് സീറ്റ് ബെൽറ്റ് വലിക്കുക ആശാൻ. ആള് ഇന്റർവെൽ ആയപ്പോഴേ പരിപാടി നിർത്തിയിട്ടുണ്ട്. ഇന്റർവെല്ലിലേക്ക് സിനിമ കഴിഞ്ഞ് നമ്മള് പോയത് ആ ഒരു മൈൻഡിൽ എന്താണ് അപ്പൊ വന്നതെന്ന് എനിക്ക് അറിഞ്ഞോളാം. എന്തായാലും ഞാൻ സീറ്റ് ബെൽറ്റ് കുറെ തപ്പിയിട്ടുണ്ട്. ഓക്കെ. ജയിലർ 2 എന്തായിരുന്നു? ജയിലർ 2 സിനിമയുടെ അട്ടപ്പാടി ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് നേരെ പോയിരിക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ഷൂട്ട് ഉണ്ട് എന്നുള്ളത്. എന്തായാലും കോഴിക്കോട് വെച്ചിട്ടാണ് ഇപ്പോൾ അതിന്റെ ഷൂട്ട് നടക്കുന്നത്. അടച്ചിട്ട ഗോഡൌൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്തുണ്ട് കോഴിക്കോട്, ആള് പോയിട്ട് കാണാൻ പറ്റില്ല. നെൽസനെ ഒരു നോക്ക് കണ്ടു പറഞ്ഞു, അതിനുള്ളിലേക്ക് കയറി പോകുന്നത്. കണ്ടു. അടുത്തത് തുടരും സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ മക്കളെ. അപ്പൊ ഇനി മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് നമ്പർ 1 കിടക്കുന്നത് തുടരും. ഇനിയും തീർന്നിട്ടില്ല, തേരോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. തേരോട്ടം കൂടി കാണിക്കും. കുതിര കൊടുക്കേണ്ട സാധനം അപ്പോഴല്ല. രാജാവ് എന്നും സിംഹാസനത്തിലാണ്. നമുക്ക് കുതിരപ്പുറം കാണാം. ഓക്കെ. സിംഹാസനം, കിരീടം, ചെങ്കോലി. മീശ കൂടി പിടിച്ചോട്ടെ. മീശ പിരിക്കണ്ട. ഇപ്പൊ മീശ പിരിക്കാത്ത ട്രെൻഡ്. മീശ പിരിക്കാത്ത മാസം എങ്ങനെ കാണിക്കാന്നുള്ളതാണ് ഇപ്പൊ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. റിയൽ ലൈഫിലും. അടുത്ത കിഴി പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ മൂവി. സിനിമക്ക് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഡൈസ് എറൈ. അതാണ് അതിന്റെ ടൈറ്റിൽ. ഇത് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി പറയുന്ന മാത്രമല്ല, അതിന്റെ എന്തൊക്കെ മീനിങ് ഒക്കെ അടിച്ചു നോക്കുമ്പോ എന്തോ ഒരു മരണത്തിന്റെ സോങ്ങോ അങ്ങനെ എന്തൊക്കെ ചെല്ലുന്നതിന്റെ തുടക്കം എന്തൊക്കെയാണ് നമ്മളതിനെ കുറിച്ച് നോക്കിയിട്ടില്ല. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ഈ പേര് കേട്ടപ്പോ നമ്മൾ ടിക്കറ്റിന് പോയി നിൽക്കുമല്ലോ, എന്നിട്ട് ഒരു ഡൈസ് എന്നേ പറയുള്ളൂ, ഫുള്ള് പറയില്ല. 2 ഡൈസ് എന്ന് പറയുമ്പോഴേ അപ്പുറത്തെ കടയിൽ പോകുന്നത് ഇല്ലേ, ഒന്നെങ്കിൽ ഐസ് അല്ലെങ്കിൽ ടൈൽസ്, ഇതൊക്കെ എത്തുള്ളൂ. പക്ഷെ പേരിനൊരു പഞ്ചൊക്കെ ഉണ്ട്. ഭീകര പേര്. എന്താണെങ്കിലും മരണത്തിന്റെ അന്ത്യവും അങ്ങനത്തെ എന്തൊക്കെയാണ്. അതായത് എന്തോ ഒരു സാധനം ഇന്നലെ വായിച്ചപ്പം മറന്നുപോയി. വന്നിരുന്നപ്പോ പറയാന്നുള്ള കോൺഫിഡൻസിലായിരുന്നു, പക്ഷെ മറന്നുപോയി. എന്താണെങ്കിലും അത് നമ്മളാണല്ലോ, മറന്നു പോയിരിക്കും. SVC 59 വിജയ് ദേവാരുകൊണ്ട. തെലുങ്കാണ്. ഇല്ല ഇന്നില്ല. എന്താണെങ്കിലും രവി കിരൺ കോല ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. സിനിമേന്റെ ഒരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യൽ പോസ്റ്റർ ഒന്നാണ്. കഴിഞ്ഞടാ, തൂക്കിയടാ. എവിടെ പിടിച്ചിരിക്കാൻ ബെൽറ്റ് എവിടെ? എന്താണെങ്കിലും തൂക്കിയിരിക്കുകയാണ്.
തൂക്കുന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കും. ഇപ്പൊ തോൽവി അങ്ങ് എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കുന്നോണ്ടേ സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് അത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. വിജയിക്കാനുള്ള പുതിയ മന്ത്രങ്ങളുമായിട്ട്. തന്ത്രങ്ങൾ എന്ത് തന്ത്രം അത്? കുതന്ത്രം. ഇതൊരു തന്ത്രം എന്തെങ്കിലും ഉണ്ടോ? ഒള്ളി പ്രാർത്ഥന കിട്ടുന്ന വിജയിക്കും. അങ്ങനെയുള്ളതിനത് ലക്കാണുള്ളതിലെ ഫാക്ടർ. അല്ല അതിന്റെ ഇടയ്ക്ക് ചോദ്യം ചോദിച്ചു തന്ത്രം വല്ലതും ഉണ്ടോ? ഒള്ളി മന്ത്രം. തന്ത്രം തന്ത്രം ഓരോ പേപ്പർ എടുത്ത് വെച്ച് നോക്കിക്കോ. എന്തോ തന്ത്രം ഉണ്ട്. അല്ലാതെ ഓടാ അവിടുന്ന്.